ഒരു ബീറ്റ്റൂട്ട് എടുത്ത് അതിൻ്റെ സ്കിന്നൊക്കെ പീൽ ചെയ്ത് കളഞ്ഞിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് അത് ജ്യൂസാക്കണം. ഓക്കെ, ജ്യൂസാക്കി നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്ത് ഈ ജ്യൂസിലേക്കാണ് നമ്മൾ ഈ കടലമാവ് പൊടിയിടുന്നത്. അപ്പം നമ്മൾ ഈ ജ്യൂസാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ ജ്യൂസിന് മിക്സ് ചെയ്യാൻ ആവശ്യമായ കടലമാവ് നിങ്ങൾക്ക് ഇടാം. കാരണം ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് അവിടെ ഇരുന്നോളും. അല്ലാണ്ട് എന്നും നമ്മളിത് ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഒരാഴ്ചത്തേക്കുള്ളത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഒരളവ്, നിങ്ങൾക്ക് ഒരാഴ്ചത്തേക്ക് എത്ര വേണമെന്ന്. അപ്പോൾ അതിനനുസരിച്ചുള്ള പൊടി ഈ ജ്യൂസ് മിക്സ് ചെയ്യാൻ ആവശ്യമായ കടലമാവ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ കുറേശ്ശെ എടുത്ത് എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെയ്യാം. ആഴ്ചയിൽ 3 പ്രാവശ്യം ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ സൗകര്യത്തിന് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എല്ലാ ദിവസവും കുളിക്കുമ്പോൾ ഇത് കുറച്ചെടുക്കുക. എന്നിട്ട് ഇനി വല്ലാണ്ട് ഡ്രൈ സ്കിന്നാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കാം. ഏതെങ്കിലും